ഹായ് ഫ്രണ്ട്സ്, വിക്രമിൻ്റെയും വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീജ വിശ്വത്തോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് പോയിരിക്കുകയല്ലേ, നിങ്ങളൊന്ന് ഈ സൈക്കിൾ എടുത്തുകൊണ്ടൊന്ന് പിറകെ ചെന്ന് നോക്ക്, അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലോ, ഇന്നത്തെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അതെ വിക്രം പിറകെ പോയിട്ടുണ്ടല്ലോ, അവനൊരു 6-7 ആൾ വന്നാലും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അവനക്കുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ, എന്നെ അവരെല്ലാം കൂടെ അടിച്ചിടും. അപ്പോൾ വീട്ടിലൊരാൾ കൂടി വയ്യാണ്ടായി കിടക്കത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ല. നീ പോയി കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കുക, എനിക്കെൻ്റെ മേലെ ആ സകലം വേദന എടുക്കുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. അത് സാരമില്ല ശ്രീചേച്ചി, വിക്രം അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാലും അങ്ങനെയല്ലല്ലോ എന്ന് ശ്രീജ പറയുന്നുണ്ട്. ഇല്ല, എല്ലാം ശരിയാവും, ഒരു കുഴപ്പം ഉണ്ടാവില്ല ചേച്ചി എന്ന് പറയുകയാണ് വേദ. പിന്നീട് വിനായകൻ ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ദേ വിനയേട്ട, വിശ്വേട്ടൻ അച്ഛനും അമ്മയും ആക്രമിക്കാൻ വന്നത് ഗുണ്ടകളാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളെന്താ ഈശ്വര ചതിച്ചോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഞാനോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് വിനായകൻ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എനിക്ക് തോന്നിയതൊന്നുമല്ല വിനയേട്ടാ, കള്ളം കാണിക്കല്ലേ, എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ മുഖത്ത്, അത് പോയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി, നീ എന്താ എന്നെ സംശയിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് വിനായകൻ. അതെ, അന്ന് വിക്രം ഭണ്ഡാരം മോഷ്ടിച്ചു പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായില്ലേ, അന്നും നിങ്ങളുടെ മുഖത്ത് ഇതേ കള്ളത്തരം ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ ഇതിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെ നീ എന്നെ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിനക്കെന്താ ഇപ്പോൾ എന്നോട് കുന്നായ്മയൊക്കെ തുടങ്ങിയോ എൻ്റെ കാര്യത്തിലും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയും, അതെ എനിക്ക് കുനിഷ്ടും കുന്നായ്മയൊക്കെ ഉണ്ട്, അതെ അവിടെ വന്ന് കയറി അവളുണ്ടല്ലോ ആ വേദ, അവളുടെ കാര്യത്തിൽ മാത്രമാണ്, അതെ അവളുടെ വീട്ടുകാരെ നമുക്ക് തന്ന പൈസ അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി മാത്രമാണ്, അത് തിരിഞ്ഞ് നമ്മുടെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കാനുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിനയേട്ട അറിയാലോ എൻ്റെ സ്വഭാവം, ഞാൻ എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കുക എന്ന് പറയുകയാണ് നന്ദിനി. ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട്, അതെ നിൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അത്, അതെ എൻ്റെ അച്ഛനും അമ്മയല്ലേ, അവരുടെ കാര്യത്തിൽ എനിക്ക് ഉള്ള അത്രയും ഇതൊന്നും നിനക്കില്ല കേട്ടോ, എനിക്ക് അവരെ നോക്കാൻ അറിയാം എന്ന് പറയുകയാണ് വിനായകൻ. എല്ലാം പറയുമ്പോഴും വിനായകൻ്റെ മനസ്സിലൊരു പേടിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിഷും കമലാമ്മയും കൂടി അമ്പലത്തിൽ പോകുന്നതാണ്. അവരുടെ പിറകെ തന്നെ അഭിലാഷിൻ്റെ ആളുകളുണ്ട്. അഭിലാഷ് പിന്നീട് കമലാമ്മ അമ്പലത്തിൽ എത്തിയതിന് ശേഷം മാഷിനോട് പറയുന്നുണ്ട്, മാഷ് ഞാനൊരു കാര്യം പറയട്ടെ, മാഷ് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് മാഷ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ ഈ അമ്പലത്തിലൊരു വിശേഷപ്പെട്ട പൂജ നടക്കുന്നുണ്ട്, അതൊരു പൗർണമി ദിവസത്തിലാണ്, മുടങ്ങാതെ 12 പൂജകളിൽ പങ്കെടുത്താൽ നമ്മുടെ വേദനയും വിക്രമിൻ്റെയും കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, അവർ രണ്ടുപേരും ഈ പൂജയിൽ പങ്കെടുത്താൽ അവരുടെ ദാമ്പത്യം നന്നായി പോവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ നമുക്ക് അവർ രണ്ടുപേരെയും മുടങ്ങാതെ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് പൂജാരിയും വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അവർ പറയുന്നത് ശരിയാണ്, ഇതിവിടുത്തെ വിശേഷപ്പെട്ട പൂജയാണ്, അത് ദമ്പതികൾക്ക് നല്ലതാണെന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയും, അതെ ഞാൻ പറഞ്ഞിട്ട് മാഷിനൊന്നും അറിയുന്നില്ല, പൂജാരി ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ് മാഷിന്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്, നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം എന്ന് പറയുകയാണ്. കമലാമ്മയ്ക്ക് അതൊക്കെ കേട്ട് സന്തോഷമാവും. കമലാമ്മ ചോദിക്കുന്നുണ്ട്, മാഷ് സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്താ കമലേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവൻ്റെ കാര്യത്തിൽ ഈ തോന്നിയതുപോലെ നടക്കുന്ന ഇവൻ്റെ കാര്യത്തിൽ ഇതൊക്കെ നടക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ ഇങ്ങ് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് കമലാമ്മയും വിളിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് വരികയാണ് അമ്പലത്തിലേക്ക്. കമലാമ്മ നോക്കുമ്പോൾ വിക്രമിനെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ മോനിൻ്റെ കാര്യം ഇപ്പോൾ സംസാരിച്ചതല്ലേ ഉള്ളൂ മാഷേ, ഇതാ നമ്മുടെ മോനെന്ന് പറയുകയാണ് മാഷിൻ്റെ അടുത്ത്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് വരൂ, പോവാനായില്ലേ, ആ ഓട്ടോയിലേക്ക്, ഞാനതൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ആ ഓട്ടോയിലേക്ക് കയറിക്കോളൂ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, കമലേ കണ്ടോ, ഇവനെ നമുക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടി വന്നതാ, എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ പിറകെയും മുന്നിലും ഗുണ്ടകളുണ്ടാവും,
അതായിരിക്കും ഇനി നമ്മുടെ ജീവിതം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, മാഷൊന്നും മിണ്ടാതിരിക്കേ, എന്താ മോനെ സംഭവം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല അമ്മേ, നമുക്ക് ഇന്നലെ ഇങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ, ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓട്ടോ വിളിച്ച് വന്നു എന്നേ ഉള്ളൂ. അമ്മ അങ്ങോട്ട് കയറ്, അച്ഛനോടും കൂടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുകയാണ് വിക്രം. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, ഞാൻ പിറകെ വണ്ടി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അഭിലാഷിൻ്റെ ആളുകൾ കമലാമ്മയും മാഷും കൂടെ അമ്പലത്തിലുണ്ട് എന്നുള്ള കാര്യം അഭിലാഷിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഭിലാഷ് നിങ്ങളവരെ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറയാണ്. അപ്പോഴേക്കും അഭിലാഷ് ബൈക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതിൽ ശ്രീനി സാറ് വരികയാണ്. ശ്രീനി സാറും കുറേ ആളുകളും കൂടി അവരുടെ വണ്ടിയിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആ ബൈക്ക് അവിടെ വെച്ചിട്ട് അഭിലാഷ് ഞങ്ങളുടെ വണ്ടിയിലോട്ട് കയറുമെന്ന് പറയുമ്പോൾ ഈ അഭിലാഷ് അത് കേൾക്കാതെ ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവരുടെ പിറകെയായി ശ്രീനിയും ഗുണ്ടകളും കൂടെ പിറകെ പോകുന്നുണ്ട്. പിന്നീട് വിനായകൻ വേദയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ശ്രീയെ കാണുന്നതിന് വേണ്ടി. ശ്രീ വിനയനെ കാണുമ്പോൾ വേഗം തന്നെ പുറത്തേക്ക് വന്നിട്ട്, താനെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തനിക്കൊന്നും അറിയില്ലാലേ എന്ന് പറയാണ് വിനായകൻ. എന്താ പറയുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് വിശ്വം. ശ്രീ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന് പറയുമെന്ന് പറയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെ പോക്രിത്തരം കാണിക്കരുത് കേട്ടോ, താൻ കളിച്ച് എവിടം വരെ ആയി കളി തൻ്റെ എന്ന് ചോദിക്കുകയാണ്. താനൊന്ന് തെളിച്ച് പറ, എനിക്കൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ശ്രീ. അതെ, എൻ്റെ അച്ഛനും അമ്മയും തൊട്ട് കളിക്കരുത്. താൻ തന്ന കാശ് ഞാൻ മേടിച്ച് വെച്ചതേ തൻ്റെ പെങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്നുള്ളൊരു ഉടമ്പടിയോട് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അനിയൻ്റെ ജയിലിലാക്കാനും കൂടെ ഞാൻ തയ്യാറായത്. അല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയും തൊട്ട് കളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുകയാണ് വിനായകൻ. ശ്രീ പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്ക് എന്തിനാടോ തൻ്റെ അച്ഛനെയും പാവം പിടിച്ച തൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്തിനാടോ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ശ്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കളി വേണ്ട, ഇതോടെ നിർത്തിക്കോ, എൻ്റെ അച്ഛനെയും അമ്മയും തൊട്ട് കളിച്ചാലേ എൻ്റെ വിധം മാറും എന്ന് പറഞ്ഞ് വിനായകൻ പോവുകയാണ്. ശ്രീ ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. വന്ന ഉടനെ ശ്രീയുടെ കവിളത്തൊരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ ഇവനുമായിട്ടുള്ള ഇടപാട്, ഞാനെല്ലാം കേട്ടു. അപ്പോൾ അന്ന് ആ വിഗ്രഹം മോഷ്ടിച്ച കേസ് താൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, അതെ അച്ഛനല്ലേ പറഞ്ഞത് അവനെ ഒരു കാപ്പ ചുമത്തിയിട്ട് അകത്തിടണം എന്നുള്ളത്, ഞാനപ്പോൾ അത് കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ പറഞ്ഞു, പക്ഷേ താനും അവനും തമ്മിൽ ഇപ്പോൾ എന്താടാ വ്യത്യാസമുള്ളത്, താൻ കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോൾ നീയും അവൻ്റെ പോലെ ആയില്ലേ, ഒരേ ഗ്രേഡിലായില്ലേ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുകയാണ്. പിന്നീട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തെന്നെ വന്നാലും അവൻ്റെ അച്ഛനും അമ്മയും പാവമാണ്, അവരെ നീ ഉപദ്രവിക്കരുത്, അവനെ എന്ത് വന്നാലും നീ ആരെക്കൊണ്ടാണ് ഇത് ചെയ്യിച്ചെന്ന് വെച്ചാലും ഇതങ്ങ് വിളിച്ച് പറഞ്ഞേക്ക്, അവരൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് ശങ്കരനാരായണൻ. പിന്നീട് കമലാമ്മയും മാഷും കൂടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. കമല പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുന്നത്, നീ എന്തായി നോക്കുന്നത്? അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ വിക്രം വരുന്നുണ്ടോ എന്ന് നോക്കുകയാണെന്ന് പറയും. നിനക്ക് വേറെ പണിയൊന്നുമില്ല, അവൻ ഇത്രയും പണി നിനക്ക് തന്നതും പോരാല്ലേ, നീ ഇനി അവനെ കാത്തു നിൽക്കുകയാണ്, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയുന്നില്ലേ, നീ ഈ വെയിലും കൊണ്ട് ഇവിടെ തളർന്ന് വീഴണ്ട, നീ ഇങ്ങ് അകത്തേക്ക് വാ എന്ന് പറയുകയാണ് മാഷ് അവർ. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നീ എന്താ വിക്രം ഇന്ന് ഞങ്ങളെ പിറകെ വന്നത്, എന്തുകൊണ്ടാണ്? ഞങ്ങളെ വഴിയിലിട്ടെങ്ങാനും ആരെങ്കിലും വെട്ടിക്കൊന്നാലോ എന്ന് വിചാരിച്ചിട്ടാണോ നീ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നിനക്ക് ഇത്രയായിട്ടും നിനക്കത് മനസ്സിലായില്ലേ കമല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രം മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം, എന്തായാലും അച്ഛൻ ഇതുവരെ വഴി നടന്നതുപോലെ തന്നെ ഇനി മറക്കാൻ പറ്റും, ഞാൻ കാരണം അതില്ലാതാവില്ല എന്ന് പറയുന്നുണ്ട് വിക്രം. ഡ്രസ്സ് മാറ്റാനായിട്ട് അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ മാഷ് പറയുന്നുണ്ട്, കമലേ, ചൊല്ലിയിട്ടും തല്ലിയിട്ടും നന്നാവില്ലെങ്കിൽ അവരെ അങ്ങ് അവരുടെ വഴിക്ക് വിട്ടേക്കണം എന്നൊരു ചൊല്ലുണ്ട് പണ്ട്, അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറയുകയാണ് മാഷ്.
ഇതെല്ലാം വേദ കേൾക്കുന്നുണ്ട്. വേദ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മാഷേ, മാഷ് ഇപ്പോഴും പഴഞ്ചൻ മാഷായിട്ട് നിൽക്കുകയാണ്. പുതിയ യുഗത്തിലേക്ക് വന്നിട്ടില്ല. തല്ലിയിട്ടും ചൊല്ലിയിട്ടും നന്നായിട്ടില്ല കുട്ടികളെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും കൂടി അവരുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കാം അവരങ്ങനെ മാറിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ. ഇപ്പോഴത്തെ മാഷ്മാരാണെങ്കിൽ അതാണ് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പം നിർത്ത് നിൻ്റെ അധിക പ്രസംഗം എന്ന് പറയുകയാണ് മാഷ്. നീ ഒരു താലി കെട്ടി ഇവിടുത്തെ മരുമകളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നെങ്കിലും നീ അധികാരം കാണിക്കേണ്ട, നീ എന്നെ നന്നാക്കാനുള്ള ഒരു ലൈസൻസായി എടുക്കണ്ടെന്ന് മാഷ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് മാഷും കമലാമ്മയും അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, മാഷിനിത് വേണ്ടതായിരുന്നു, പക്ഷെ നിനക്ക് ഇത് കുറച്ച് അധികമായി പോയി വേദ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, അച്ഛനോട് മാത്രമല്ല എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങൾ അതിരാവിലെ ഒരുപാട് വഴക്ക് പറഞ്ഞ നാവാണെങ്കിലും ഞാൻ പറഞ്ഞ ഉടനെ അച്ഛനും അമ്മേൻ്റെ പിറകെ പോയല്ലോ. അതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകുന്നതിന് മുന്നേ പല്ല് തേച്ച് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോ എന്ന് പറയുകയാണ് വേദ. അപ്പോൾ വേദ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ വിക്രം ഒന്ന് കൈ മണത്ത് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്.